എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. യെസ്, അതാണ്. അപ്പൊ പുതിയൊരു ദിവസം പുതിയൊരു തുടക്കം. ഞാനും അമ്മൂട്ടി വീണ്ടും വന്നിരിക്കുകയാണ്. അമ്മൂട്ടി പറഞ്ഞോളൂ, ഇന്ന് എന്താണ് അമ്മൂട്ടി പറയാൻ പരിപാടി? പറഞ്ഞോളൂ. സീക്രട്ട് ടെല്ലിംഗ് ചലഞ്ച്. യെസ് ഗൈസ്, കുറെ നാളായി നമ്മൾ സീക്രട്ടുകൾ കേൾക്കാതിരുന്നിട്ട്, അല്ലെ? കേട്ടിട്ട് ഞാൻ ടിൻസിന്റെ സീക്രട്ട് കേൾക്കാതെ കുറേ ആയി. പക്ഷെ നമ്മൾ ഒരുപാട് സീക്രട്ടുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ ഇന്നത്തെ സീക്രട്ടിന് കുറച്ച് വെറൈറ്റി ഉണ്ടല്ലോ. കുറെ ബാക്കിലേക്ക് നമ്മൾ സഞ്ചരിക്കാൻ വേണ്ടി പോവാണ് നമുക്ക്. കുറെ ബാക്കിലേക്ക്. അപ്പൊ ഇന്ന് പല രഹസ്യങ്ങളും നമുക്ക് ചോർത്തി എടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസമാണ്. പക്ഷെ അതിനും കുറച്ച് ടാസ്ക് ഉണ്ട്. ഇന്നത്തെ വീഡിയോയിലും ചെറിയ ടാസ്ക് ഉണ്ട്. അത് നമ്മൾക്കല്ല ടാസ്ക്. എല്ലാ ദിവസവും നമ്മൾ പരസ്പരം അല്ലേ ടാസ്ക് ഏറ്റെടുക്കുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ടാസ്ക് കൊടുക്കുകയാണ്. അതായത് നമ്മള് ഇന്നത്തെ ഈ സീക്രട്ട് ടെല്ലിംഗ് ചലഞ്ചില് കുറച്ചധികം റൂൾസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരിക്കും. ഇവളെന്താ കിളി ഗൈസ്, ഇവർക്ക് ഒന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. ശരിക്കും ഇവിടെ എന്താണ് ഇപ്പൊ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇന്ന് വീഡിയോ തുടങ്ങിയപ്പോഴത്തേന് പറഞ്ഞു നമുക്ക് ഇന്ന് സീക്രട്ട് ടെല്ലിംഗ് ചലഞ്ച് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും ഐഡിയ. സാധാരണ ഞാൻ നോർമലി കുറച്ച് ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുക്കും, നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യേണ്ടത്. ബട്ട് ഇന്ന് അതിനെ പറ്റിയിട്ട് ഒന്നും ഞാൻ പറഞ്ഞു കൊടുത്തില്ല. പക്ഷെ അതിന്റെ കിളി മാറിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. കിളി പോയി. സോ അപ്പൊ ഇന്നത്തെ നമ്മുടെ സീക്രട്ട് ടെല്ലിംഗ് ചലഞ്ച് വീഡിയോയിലേക്ക് കാണാൻ വേണ്ടി വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അമ്മൂട്ടി തന്നെ ഒരു രഹസ്യം ചോർത്തിക്ക്. പറഞ്ഞോളൂ. ആരോട്? എന്നോട്. ഞാൻ സുന്ദരനാണ്. ഈ സാധനം ഇവൾ എന്നോട് പറഞ്ഞല്ലോ. ബട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയില് ഇതുപോലല്ല. ഞാൻ വന്നിട്ട് അല്ലെങ്കിൽ നീ വന്നിട്ട് എന്നോടല്ല പറയേണ്ടത്, എന്നോടും അല്ല ചോദിക്കേണ്ടത്. നമ്മൾ പോയി വ്യൂവേഴ്സിനോട് പറയുന്നു. ഓക്കെ, ഈ ചോദ്യം നിനക്ക് കേൾക്കാം. ബട്ട് നീ സംസാരിക്കുമ്പോഴത്തേന് ഞാൻ നിന്റെ വാ ഇങ്ങനെ പൊത്തും, അല്ലെങ്കിൽ നീ എന്റെ വാ പൊത്തും. അതിന് ആൻസർ നമ്മൾ പറയുന്നത് ഇവരിലേക്കാണ്. ഇവര് മനസ്സിലാക്കി എടുക്കണം അതെന്താണെന്ന്. ഓക്കെ, സോ അതാണ് റൂള്. മനസ്സിലായോ? യെസ്. അപ്പൊ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്ത് തുടങ്ങിയേക്കുക. അപ്പൊ നമ്മുടെ സീക്രട്ട് ടെല്ലിംഗ് ചലഞ്ച് ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് നല്ല ഐഡിയ കിട്ടിയാൽ മതി. ഐഡിയ കിട്ടിയെങ്കിൽ പറഞ്ഞു എങ്ങനെയാണ്. ഇങ്ങോട്ട് വാ. എന്നെ കൊണ്ട് പറയിപ്പിക്കും. നീ എന്നോട് ഇങ്ങനെ സീക്രട്ട് പറയും, ഞാൻ അത് ഇങ്ങോട്ട് പറയും. ഇവർക്ക് ഒരു ഐഡിയ കിട്ടിയില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ തന്നെയല്ലേ? അതായത് എന്താണ് അല്ല, നീ എന്താണ് പറഞ്ഞത്? എന്നോട് ഇപ്പൊ ഞാൻ ഇങ്ങനെ സീക്രട്ട് പറയും. പൊട്ടി അതല്ല, നീ എന്നോടല്ല, ഇവിടെ വന്നിട്ട് ഇവരോടാണ് പറയേണ്ടത്. ഓ മൈ ഗോഡ്. അവരോട് പറയുന്നു, അവരും കേൾക്കും ഞാനും കേൾക്കും. പക്ഷെ ആൻസർ പറയുന്നത് നമ്മൾ ഇവരുമാണ് മനസ്സിലാക്കി എടുക്കേണ്ടത് ആൻസർ എന്താണെന്ന്. ഇപ്പൊ പുരിഞ്ചതാ മനസ്സിലായില്ലേ? പഴയ സീക്രട്ട് ടെല്ലിംഗ് അല്ല, കുറച്ചൊന്നും വ്യത്യാസമുണ്ട്. പക്ഷെ ഹാങ് ഗ്യാങ് കൂടെ ഉണ്ട് കേട്ടോ, പിടിച്ചിട്ടുണ്ടാവും. ഓക്കെ, റെഡി? പക്ഷേ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഘടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പോഴത്തെ സീക്രട്ട് അല്ല പറയുന്നത്. പിന്നെ നമ്മുടെ കോളേജ് കാലഘട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ, ഒരു കോളേജിൽ, ഒരു ക്ലാസ്സിൽ, ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരാണ് കേട്ടോ. ഒരു ബെഞ്ചിലൊന്നും അല്ല എങ്കിലും ഇവൻ അപ്പുറത്തെ ബെഞ്ചിലും ഞാൻ ഏകദേശം അതുപോലെ ഇരുന്ന് പഠിച്ചവരാണ്. ബട്ട് അന്നറിയാത്ത പല രഹസ്യങ്ങളും ഇന്ന് ചോർത്താൻ പറ്റിയ കുറച്ച് അവസരങ്ങളാണ്. ഇവൻ എന്നോട് ഏകദേശം എല്ലാ രഹസ്യം പറഞ്ഞിട്ടുണ്ട്. ബട്ട് നീ അല്ലാത്തതുണ്ടെങ്കിൽ ചോദിക്കാലോ. ഓക്കെ, അപ്പൊ അന്ന് നമുക്ക് അറിയാൻ മേലാത്ത പല കാര്യങ്ങളും ഇന്ന് നമുക്ക് പറയുന്നതായിരിക്കും. യെസ്, കണ്ടുപിടിക്കാം. യെസ്, അപ്പൊ നമുക്ക് തുടങ്ങാം ഗൈസ്. അപ്പൊ നമ്മുടെ സീക്രട്ട് ടെല്ലിംഗ് ചലഞ്ച് ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ തുടങ്ങിയാലോ? അപ്പൊ തുടങ്ങാം. ഓ, എന്നുള്ള ഒരു വല്ലാത്തൊരു കുറ്റവും ഇപ്പൊ വല്ലാത്തൊരു വിഷമകരമായിട്ടുള്ള ഒരു വാക്കാണ് കേട്ടോ ഇപ്പൊ അമ്മ പറഞ്ഞത്. ഇത് കുറെ നാളായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അതിന് ഒരു പരിഹാരമായിട്ട് എന്നാ ഇന്ന് ഫസ്റ്റ് ഇവിടെ തന്നെ നമുക്ക് നടത്തിയേക്കാം. നിന്നോളൂ. അപ്പൊ ഞാൻ ഒരു രഹസ്യം ഞാനൊരു രഹസ്യം ചോദിക്കാൻ വേണ്ടി പോവാണ്. എനിക്കറിയേണ്ട ഒരു രഹസ്യം ചോദിക്കട്ടെ? ഓക്കെ, കോളേജ് ലൈഫിൽ നിനക്ക് എന്നോട് പ്രണയമുണ്ടായിരുന്നോ? ഓക്കെ, പറഞ്ഞോ അവരോട്. പറ. എന്ത് ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? പറ. ഉണ്ടല്ലേ? എന്ത്
ഗൈസ് നിങ്ങൾ പറഞ്ഞോ കേട്ടോ ഇതെന്താ ഇല്ലാന്നു ഏടാ ഇവിടെ ചതിച്ച് ഗൈസ് എന്റെ വാ ചമ്മന്തി. ഓക്കെ ഇനി നിനക്ക് പോയി ചോദിക്കാം എന്താണ് അറിയേണ്ടതെന്ന്. ഓക്കെ ഇത് നമ്മുടെ ആൻസർ പറയണ്ട കേട്ടോ, ഓൾറെഡി ഞാൻ ഒരെണ്ണം പറഞ്ഞു പോയി, അടുത്ത തൊട്ട് പറയണ്ട, അത് അവര് കണ്ടുപിടിക്കും. ഓക്കെ ചോദിച്ചോ പോയിട്ട്. കോളേജിലെ ഇവന്റെ ഫസ്റ്റ് ലൈൻ ആരാ നമുക്ക്? ലവ്വാ? എന്റെ ഫസ്റ്റ് ലവ്വാ? പറ. ഞാനാണോ ഇല്ലെന്ന് ഇന്ന് അറിയാം. പറ. ഞാനല്ലേ? ഞാനാ? വേറെ ആളോ? അതെന്തോന്ന്? കുരിശിയോ? നീ ആരെയാടാ നോക്കിയേ? പേര് പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ അവർ കണ്ടുപിടിക്കട്ടെ. നിങ്ങളായ പേരൊന്ന് മനസ്സിലാക്കി എടുക്കട്ടോ. ഞാൻ കൊറേ പ്രാവശ്യം പറയാൻ ശ്രമിച്ചു, എനിക്ക് മനസ്സിലായില്ല ഗൈസ്. ഇത് ഇങ്ങനെ ഇവള് പലതും പറയും, ഇത് ഒരു ഗെയിം മാത്രമാണ്. അല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് കഴിയുമ്പോ ഞാൻ എനിക്ക് അറിയണം. ഓക്കെ അടുത്ത. ഓക്കെ ഓക്കെ കോളേജ് ലൈഫിൽ നിനക്ക് എത്ര സപ്ലി ഉണ്ട്? അത് അവരോട് പറയണം, അത് അവരോട് പറയണം. ആ പറഞ്ഞോ. എന്താണ് ഇത് ഏറൊക്കെ പോന്നേ? ഓക്കെ പറഞ്ഞോ, എത്ര എണ്ണം കിട്ടിയിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ ദൈവമേ, കാറ്റ് മാത്രമേ ഉള്ളു കൈ. നിങ്ങൾക്കൊന്ന് അവരെ കേൾക്കാൻ വേണ്ടി പറ കുട്ടി. ഫുൾ എയർ മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ഇവരെങ്ങനെ മനസ്സിലാക്കി എടുക്കും? മനസ്സിലായോ? ഇല്ല, ഇതെങ്ങനെ മനസ്സിലാക്കി എടുക്കാനാ നിങ്ങള്? ശ്വാസം മുട്ടിയോ? ഓ മൈ ഗോഡ്. ശ്വാസമല്ല, ഇവിടെ കാറ്റ് കയറി പുറത്തേക്ക് പോകുന്നില്ല. ഇവന്റെ കൈ എന്റെ കയ്യിലും. ഞാൻ കുറച്ച് സ്പേസ് വിടുന്നുണ്ട് ഇവർക്ക് എയർ പോകാൻ വേണ്ടിട്ട്, പക്ഷെ ഇവള് പറയുന്നത് ഞാൻ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി തോന്നുന്നു. മൈ ഗോഡ്, ചോദിച്ചു. ഓക്കെ അപ്പൊ ഇത് മനസ്സിലായല്ലോ? എനിക്ക് മനസ്സിലായിട്ടില്ല, അവർക്കും മനസ്സിലായിട്ടില്ല. നിങ്ങൾ പറഞ്ഞോ. ഓക്കെ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് ടിൻചന്റെ ഫസ്റ്റ് കോളേജിലെ ക്രഷ്. ചോദിച്ചില്ലല്ലോ? ഞാനാണോ? നിങ്ങക്ക് മനസ്സിലായോ? ഞാനേ അല്ല, അതെനിക്ക് മനസ്സിലായി. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്. പേര് പറ. നീതുന്നോ? നീതുമല്ല. ഓക്കെ എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായി കമന്റ് ഇടുക. ഞാൻ പറഞ്ഞതൊന്നും അല്ല. ആ നീ എന്തിനാ പറയുന്നത്? അവര് മനസ്സിലാക്കി എടുക്കട്ടെ. നീ എനിക്കെന്നെ മനസ്സിലായിട്ടില്ല. പേര് പറയുന്നതിന്റെ ഇടയ്ക്ക് അവസാനം അവരത് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ച് ഇതായില്ല. അല്ലെങ്കിൽ നീ മനസ്സിലാക്കി എടുത്തിട്ട് നാട്ടുകാരെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവസാനം എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ഇതിനെ പറ്റി വിചാരിക്കാനൊന്നുമില്ല കേട്ടോ. ഓക്കെ റെഡി, തുടങ്ങട്ടെ. കോളേജ് ലൈഫിൽ ഞാൻ അറിയാതെ എത്ര പ്രാവശ്യം ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ട്? എത്ര വട്ടം മാത്രം പറഞ്ഞാൽ മതി. പറഞ്ഞോ. ഒന്നോ? കറക്റ്റാണോ? ആണോ? ഇവള് അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് എനിക്കറിയത്തില്ല കേട്ടോ, കാരണം ഇവള് ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുമില്ല. ക്ലാസ് എപ്പോഴും ബുജിയാണ് കേട്ടോ, ക്ലാസ് റൂമിൽ ഇരിപ്പുണ്ടാവും. ബട്ട് എനിക്ക് അറിയാം. പക്ഷെ ഉണ്ട്. അത് എത്ര നിങ്ങൾ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സംഖ്യ, അത് നിങ്ങൾ പറയാം. ഓക്കെ ചോദിച്ചു. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. ടിൻചൻ ഇങ്ങോട്ട് അവരോട് ചോദിക്കേ. ഓക്കെ എന്റെ അവരോട് ചോദിക്കേ. ടിൻചന്റെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാ. ടിൻചന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ഓക്കെ പറ. ഞാനാണോ? നീ പേര് പറ. എന്ത്
വിജിത ബോഡിയാണത്. അതല്ലേ? അല്ല പിന്നെ ആരാ? അതൊക്കെ ഉണ്ട്. വിനയ. അതാരാണ് നിങ്ങൾ കമന്റ് ഇടുക. കോളേജിൽ ഈ ഫസ്റ്റ് ഇയർ തൊട്ട് ലാസ്റ്റ് ഇയർ വരെ എത്ര പ്രപ്പോസൽ വന്നിട്ടുണ്ട് എന്ന് ഇപ്പൊ ഇവിടെ പറയുന്നു. എനിക്കോ? ആ, എത്ര എണ്ണം എന്നുള്ളത് എണ്ണം മാത്രം അവരോട് പറഞ്ഞാൽ മതി. ഓ അങ്ങനെ. അയ്യോ അങ്ങനെ അടിച്ചാൽ അവർക്ക് മനസ്സിലാവും കുട്ടി. നീ പറഞ്ഞാ മതി. ടുട്ടോ 10 പറഞ്ഞോ? എത്ര അവർക്ക് മനസ്സിലായി കാണാം. എവിടെ നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. ഓക്കെ, അടുത്തത് നിനക്ക് ചോദിക്കാം. നിനക്ക് അറിയാനുള്ള ഒരു കാര്യം അവരോട് പോയി ചോദിച്ചോളൂ. ടിൻചൻ ക്ലാസ് കോപ്പി അടിച്ചിട്ടുണ്ടോ? കോപ്പി അടിച്ച സബ്ജക്റ്റ് മതിയോ അതോ എന്താണ് ഇത്? കോപ്പി അടിച്ചിട്ടുണ്ടോ? കോപ്പി അടിച്ച സബ്ജക്റ്റ് പറയാം. സബ്ജക്റ്റ് എന്തോന്ന്? എനിക്ക് മനസ്സിലായി. ഇതിൽ കൂടുതൽ പറയാൻ പറ്റും. എനിക്ക് മനസ്സിലായി. എല്ലിൽ തുടങ്ങും, ബാക്കി അവസാനിക്കും. ഇടയ്ക്ക് കിട്ടോ. അതെ, അപ്പൊ എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി. കമന്റ്. ഓക്കെ, അടുത്ത ഞങ്ങളുടെ കോളേജ് ലൈഫിലെ ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർ. പറഞ്ഞോ, പേര് പറഞ്ഞോ. പേര് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം കേട്ടോ. പറഞ്ഞോ. ഇല്ലേ, ഏതെങ്കിലും ഒന്ന് പറയണേ. പേര് ഓർമ്മയുണ്ടോ? പേര് ഇഷ്ടപ്പെട്ട. ഓക്കെ ദാന്തടക്കത്തില്ലെന്നല്ലോ. ആദ്യത്തെ അവസാനത്തെ ഒരു അക്ഷരം മനസ്സിലാവും. എനിക്ക് മനസ്സിലായെങ്കിൽ ഇല്ല, എനിക്ക് മനസ്സിലായില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. ഒരു സാറിന്റെ പേര് ഞാൻ പറഞ്ഞത് ഏത് സാറാ എനിക്കറിയത്തില്ല. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഒന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. ആദ്യത്തെ അക്ഷരവും നടുക്കത്തെ അക്ഷരവും ലാസ്റ്റ് അക്ഷരവും പറ. എന്നിട്ട് ഒരു പേര് നിങ്ങൾ കമന്റ് ചെയ്യും. മനസ്സിലായോ? ഇല്ലാന്നേ. ലാസ്റ്റ് നടുക്ക് നിങ്ങൾ പൂരിപ്പിച്ചോ? ടീച്ചർ മനസ്സിലായില്ല. പഠിപ്പിച്ച സാറിനെ പോലും ടീച്ചർ അറിയില്ല. ആർക്കും എന്തോ മനസ്സിലാവാനാ? പഠിപ്പിച്ച സാറാ. അപ്പൊ ഇനി അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പഠിച്ച കോളേജ് നീ പറയണം സീക്രട്ട് ആയിട്ട്. ഓക്കെ, റെഡി. ഞങ്ങൾ പഠിച്ച കോളേജിന്റെ പേര് പറയുന്നു ഇപ്പൊ കേട്ടോ. കേട്ടോ, വായിക്കോട്ട് പറയടി. എനിക്ക് ഇതൊക്കെ വിഷുവിന്റെ പടക്കം പൊട്ടിക്കുന്ന അതേപോലെ ഉള്ളു. പറഞ്ഞോ, വായിക്കോട്ട് പറയടി. കോളേജ് പോയിട്ട് നിന്റെ ആഗ്രഹം ഉണ്ട് നിനക്ക് ഇത് ബാക്കിയുള്ളവർക്ക് കൺവേ ചെയ്യണമെന്ന്. പക്ഷെ ഇത് സാധനം പുറത്തേക്ക് വരുന്നു. അടുത്ത ചോദിച്ചോളൂ. ടിൻചന് ഞങ്ങളെ പഠിപ്പിച്ചതില് ഏറ്റവും ഇഷ്ടമുള്ള ഇരിക്കാൻ ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാണ്? ക്ലാസ് സബ്ജക്റ്റും പഠിപ്പിക്കുന്ന ഇഷ്ടം ആ ഒരു ഇതില്ലേ? അതാരാ? സബ്ജക്റ്റ് പോരെ? എങ്ങനെ പറഞ്ഞോ? പറ. എന്തോന്ന്? മലയാളം. ഓ മൈ ഗോഡ്, അത് ഓക്കെ ആയില്ലേ? മലയാളം അത് ഇച്ചിരി தெரிയുന്നുണ്ട്. അത് ഇവിടെ വളരെ കുറച്ച് ടൈറ്റ് പിടിച്ചോളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ നിന്നോട് ചോദിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, നമ്മള് പഠിച്ച കോളേജില് എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു? അത് കോളേജ് മൊത്തം അല്ലല്ല, പഠിച്ച ക്ലാസ്സില്. അത് ഇവളിപ്പോ പറയും. അത് എത്ര ആണെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, റെഡി? ഓർക്ക അങ്ങോട്ട് അവർക്ക് പറഞ്ഞു.
ഏ? ആണോ? എത്രന്ന്? എനിക്കറിയില്ല, പറയടി. ആണോ? ആ നിങ്ങളൊന്ന് കമന്റ് ചെയ്തോ കേട്ടോ. ടീച്ചർ മനസ്സിലായോ? 25 28 ഇടയ്ക്ക് അത് മനസ്സിലായി. ടീച്ചന് ഞങ്ങളുടെ ക്ലാസ്സിൽ ഇഷ്ടമുള്ള പെൺകൊച്ച് ഏതാണ്? ഇവൻ എന്നിട്ട് ഞാൻ കൊടുക്കും. അതിവിടെ അടിയാവും. ഇഷ്ടമുള്ള പെണ്ണേതാണ്. ആരാടാ? എനിക്കിത് ശരിക്കും കേൾക്കുന്നില്ല. ഇവൻ മനപ്പുറം പറയുന്നു. ഇവന് വേറെ ഏതോ പേര് പറയുന്നുണ്ട്. ഏതാടാ സത്യം പറഞ്ഞ? അതേത് പെണ്ണ്? അമ്മുക്കുട്ടിയാണോ? അല്ലേ? ഞാൻ ഇതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ അത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതാണ് ഇത്ര മാത്രം എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഞാൻ അറിയാതെ എത്ര ലവ് ലെറ്റർ കിട്ടിയിരിക്കുന്നു. നീ അറിയാതെ? ഒന്നോ? ഇവിടെ സത്യം പറഞ്ഞു കേട്ടോ. അതെ, ഒന്നൊക്കെ എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി ഗൈസ്. എന്ന് ഓരോരുത്തരിരുന്ന് മോങ്ങുന്ന കാണാം അപ്പുറത്തിരുന്ന്. അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക്. ഞാൻ അറിയാതെ എന്നെ പറ്റിയുള്ള കുറ്റങ്ങൾ നിന്നോട് എത്ര വട്ടം ആരൊക്കെ വന്ന് പറഞ്ഞു? അപ്പൊ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അത് ഇട്ട് നോക്കിയത് ഇനി എങ്ങാനും നടക്കുന്നുണ്ടോ അത്. ക്ലാസ് അല്ലേ, കോളേജ് ലൈഫ് അല്ലേ, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ സംഭവിച്ചു. ഇവള് ഈ ഡയലോഗ് ഇട്ടപ്പോ എനിക്ക് മനസ്സിലായി എന്തോ പണ്ടേ എന്നോട് ചോദിച്ചോണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഞാൻ പമ്മി കളിച്ചോണ്ടിരിക്കും. പക്ഷെ ആശാൻ ഇതുവരെ ആൻസർ കിട്ടിയിട്ടില്ല. ഇപ്പോഴും കിട്ടിയിട്ടില്ല. ശരിക്കും ഇതൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കോളേജ് ലൈഫിലെ ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് ഇട്ടത്. പക്ഷെ അത് നടക്കുന്നില്ല ഗൈസ്. കോളേജില് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന പെൺകുട്ടി ആരാണ്? ഞാൻ. ഇവനൊരു കൃഷ്ണനാണ് കേട്ടോ. പറ. കൊറേ ഉണ്ടെന്ന്. അതാണോ ഒരാളെ പറഞ്ഞത്? നല്ലോണം കൊടുക്കും, നല്ലോണം. എന്ത് ഞാനാണെന്ന് തോന്നുന്നു ഗൈസ്. ഇതാണ് ഞാൻ കോളേജിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തോണ്ട്. പിന്നെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഇതാണ് ഇതിന്റെ എൻഡ് ഓഫ് ക്ലൈമാക്സ്. ക്ലൈമാക്സിലെ ടൈറ്റിൽ ഇവിടെയാണ് ഇടത് വേണ്ടി പോകുന്നത് കേട്ടോ ഗൈസ്. ഉച്ചക്ക് ഞാൻ ഇവരെ കാണല് പോലും ഇല്ല ഗൈസ്. സീക്രട്ട് ടെല്ലിംഗ് ചലഞ്ചിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴത്തേന് ആരാണ് വിജയിക്കുന്നത്? ഞാനാണ്. സ്നേഹം കൊണ്ടും ഓർമ്മകൾ കൊണ്ടും ഓർമ്മകൾ നേരോടും. സോ ഗൈസ്, അപ്പൊ ഞങ്ങളുടെ സീക്രട്ട് ടെല്ലിംഗ് ചലഞ്ച് കോളേജ് ലൈഫിലേക്ക് ഞങ്ങളൊന്ന് സഞ്ചരിച്ചു പോയി. അപ്പം അവിടെ നടന്ന കുറെ മെമ്മറീസ് ആണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്തത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പം സീക്രട്ട് ടെല്ലിംഗ് ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.